സർവം കൃഷ്ണാർപ്പണമസ്തു. ശ്രീ പൂർണ്ണത്രയീശ ക്ഷേത്രം എറണാകുളം ജില്ലയിലെ തൃപ്പൂണിത്തുറയിൽ സ്ഥിതി ചെയ്യുന്ന ശ്രീ പൂർണ്ണത്രയീശ ക്ഷേത്രം കേരളത്തിലെ ഏറ്റവും പ്രശസ്തവും ചരിത്ര പ്രാധാന്യമുള്ളതുമായ വിഷ്ണു ക്ഷേത്രങ്ങളിലൊന്നാണ്. കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ഈ ക്ഷേത്രം കൊച്ചി രാജവംശത്തിൻ്റെ കുടുംബദേവതയായും ഏറെ പ്രസിദ്ധമാണ്. ആത്മീയത, പൗരാണികത, ശില്പകല, ഉത്സവശോഭ എല്ലാം ചേർന്നത് ഇത് കേരളത്തിൻ്റെ സാംസ്കാരിക പൈതൃകത്തിൻ്റെ പ്രതീകമാണ്. ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ശ്രീ മഹാവിഷ്ണുവാണ്. ഇവിടെ ഭഗവാൻ സന്താന ഗോപാലമൂർത്തി സ്വരൂപത്തിൽ അഥവാ പൂർണ്ണത്രയീശൻ എന്ന പേരിൽ ആരാധിക്കപ്പെടുന്നു. സന്താന ഗോപാലൻ എന്നത് ശിശുക്കളെ രക്ഷിക്കുന്ന ദൈവം എന്നർത്ഥം. കുട്ടികളുടെ ആരോഗ്യം, ജനനം, സന്താന സൗഭാഗ്യം എന്നിവയ്ക്കായി ഭക്തർ ഇവിടെ പ്രാർത്ഥിക്കുന്നു. ഈ ക്ഷേത്രത്തിലെ വിഷ്ണുവിൻ്റെ രൂപം വളരെ പ്രത്യേകത ഉള്ളതാണ്. അനന്തൻ അഥവാ ആദിശേഷൻ എന്ന സർപ്പത്തിൻ്റെ 5 ഫണങ്ങളുടെ കീഴിൽ ഇരിക്കുന്ന രൂപമാണ്. സാധാരണ വിഷ്ണു ക്ഷേത്രങ്ങളിൽ കാണുന്ന അനന്തശയനം അഥവാ കിടക്കുന്ന രൂപം ഇവിടെ ഇല്ല. പകരം അനന്തൻ്റെ ചുരുണ്ട ശരീരം തന്നെ സിംഹാസനമായി ഉപയോഗിക്കുന്നു. വിഗ്രഹത്തിൽ മുകളിലെ 2 കൈകളിൽ ശംഖ്, സുദർശന ചക്രം, താഴത്തെ വലത്തെ കൈയിൽ കമലം അഥവാ പത്മം ഉണ്ട്. ദൈവത്തിൻ്റെ ശാന്തവും കരുണാപൂർണവുമായ മുഖഭാവം ഭക്തർക്ക് ആത്മശാന്തി ഏകുന്നു. പൂർണ്ണത്രയീശ എന്ന നാമത്തിന് ആഴത്തിലുള്ള അർത്ഥമുണ്ട്. ഈ നാമം വേദാന്തപരമായ അർത്ഥത്തിൽ ഊന്നി നിൽക്കുന്നു. ത്രയി എന്നാൽ 3 വേദങ്ങൾ, ഋഗ്വേദം, യജുർവേദം, സാമവേദം. പൂർണ്ണ എന്നാൽ സമ്പൂർണം. ഈശ എന്നാൽ ദൈവം അഥവാ അധിപൻ, അതായത് 3 വേദങ്ങളുടെയും സമ്പൂർണ്ണ ജ്ഞാനസ്വരൂപനായ ദൈവം. ഇത് ഭഗവാനെ വേദങ്ങളുടെ സാരമായ ജ്ഞാനമായി പ്രതിപാദിക്കുന്നു. പൗരാണിക കഥയിൽ പറയുന്നത്, ദ്വാപരയുഗത്തിൽ ഒരു ബ്രാഹ്മണൻ്റെ ജീവിതത്തിൽ വലിയ ദുരന്തം സംഭവിച്ചു. ജനിച്ച ഓരോ കുഞ്ഞും ഭൂമിയിൽ തൊടുന്നയുടൻ മരിച്ചു പോകും. ഇതിന് അദ്ദേഹം രാജാവിനെ കുറ്റപ്പെടുത്തി. 9ാമത്തെ കുഞ്ഞും മരിച്ചതോടെ അർജുനൻ ഇടപെട്ടു. ഞാൻ നിങ്ങളുടെ അടുത്ത കുഞ്ഞിനെ രക്ഷിക്കും എന്ന വാഗ്ദാനം ചെയ്തു. എന്നാൽ അടുത്ത കുഞ്ഞും അപ്രത്യക്ഷമായി. അർജുനൻ തൻ്റെ യോഗശക്തിയാൽ യമലോകം, ഇന്ദ്രലോകം, ചന്ദ്രലോകം, വരുണലോകം, ബ്രഹ്മലോകം എന്നിവിടങ്ങളിലൊക്കെയും കുഞ്ഞിനെ അന്വേഷിച്ചു. എന്നാൽ എവിടെയും കണ്ടെത്താനായില്ല. അവസാനം ശ്രീകൃഷ്ണൻ അർജുനനോടൊപ്പം ബ്രഹ്മാണ്ഡത്തിൻ്റെ അതിർത്തികൾ കടന്ന് അന്ധകാര പ്രദേശങ്ങൾ പിന്നിട്ട് ബ്രഹ്മജ്യോതി എന്ന ദിവ്യപ്രകാശം കടന്ന് കാരണം സമുദ്രം അവിടെ എത്തി. അവിടെ അവർ മഹാവിഷ്ണുവിനെ കണ്ടു. മഹാവിഷ്ണു പറഞ്ഞു, നിങ്ങളെ കാണാനായിരുന്നു ഞാൻ ഈ കുഞ്ഞുങ്ങളെ ഇവിടെ കൊണ്ടുവന്നത്. അതിനുശേഷം കുഞ്ഞുങ്ങളെ തിരിച്ചു നൽകി. തിരിച്ചു വരുമ്പോൾ മഹാവിഷ്ണു അർജുനന് ഒരു വിഗ്രഹം നൽകി. ശ്രീകൃഷ്ണനും അർജുനനും ഗണപതിയെ മുന്നോട്ട് നയിച്ചു. ആ വിഗ്രഹം സ്ഥാപിക്കാൻ അനുയോജ്യമായൊരു സ്ഥലം കണ്ടെത്താൻ ആവശ്യപ്പെട്ടു. ഗണപതി തൃപ്പൂണിത്തുറയിലെത്തി. പൂർണ്ണവേദപുരി എന്ന ദിവ്യസ്ഥാനത്തിരുന്നു. അർജുനനെത്തി ഗണപതിയോട് വിഗ്രഹപ്രതിഷ്ഠ ശേഷം അവിടെ നിന്ന് പൊയ്ക്കൊള്ളാൻ ആവശ്യപ്പെട്ടു. എന്നാൽ ഗണപതി അത് നിരസിച്ചു. അവസാനം അർജുനൻ ഗണപതിയെ അല്പം തട്ടിമാറ്റി. അതിനാൽ ഗണപതി തെക്കോട്ടാണ് തിരിഞ്ഞത്. അതുകൊണ്ടാണ് ഈ ക്ഷേത്രത്തിലെ ഗണപതി തെക്കോട്ട് നോക്കുന്ന അപൂർവ രൂപത്തിലുള്ളത്. ഈ ക്ഷേത്രത്തിലെ ഉത്സവം കേരളത്തിലെ ഏറ്റവും വലിയ ഉത്സവങ്ങളിലൊന്നായി കണക്കാക്കപ്പെടുന്നു. പ്രധാന സവിശേഷതകൾ ആനകളുടെ ഘോഷയാത്ര, പഞ്ചവാദ്യം, മേളം, ദീപാലങ്കാരം, സംസ്കാര പരിപാടികൾ എല്ലാമാണ്. ഈ ഉത്സവം ലോകത്തിലെ ഏറ്റവും വലിയ ഉത്സവങ്ങളിലൊന്നാണ് എന്ന് വിശേഷിക്കപ്പെടുന്നു. ഈ ക്ഷേത്രത്തിൻ്റെ ശില്പശൈലിയും അന്തരീക്ഷവും മികച്ചതാണ്. പരമ്പരാഗത കേരള ശൈലിയിൽ നിർമ്മിച്ച ക്ഷേത്രമാണ്. മരപ്പണിയും ശില്പകലയും വളരെ സമൃദ്ധമാണ്. ശാന്തവും ആത്മീയവുമായ അന്തരീക്ഷമാണ് ക്ഷേത്രത്തിലുള്ളത്. ഈ ക്ഷേത്രം പ്രധാനമായും സന്താന സൗഭാഗ്യം, കുട്ടികളുടെ ആരോഗ്യ സംരക്ഷണം, കുടുംബശാന്തി എന്നിവയ്ക്കായി ഭക്തർ സന്ദർശിക്കുന്ന പ്രധാന തീർത്ഥാടന കേന്ദ്രമാണ്. തൃപ്പൂണിത്തുറ എറണാകുളം സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. എറണാകുളം നഗരത്തിൽ നിന്ന് ഏകദേശം 10 കിലോമീറ്റർ അകലത്തിൽ. ശ്രീ പൂർണ്ണത്രയീശ ക്ഷേത്രം പൗരാണിക കഥകളാൽ സമ്പന്നമാണ്. അപൂർവ ദേവസ്വരൂപമുള്ളതും വേദാന്ത സാരത്തെ പ്രതിനിധീകരിക്കുന്നതുമാണ്. ഭക്തർക്ക് ആത്മശാന്തി നൽകുന്ന ദിവ്യസ്ഥാനം. ആത്മീയ അനുഭവം തേടുന്നവർക്ക് തീർച്ചയായും സന്ദർശിക്കേണ്ട ഒരു മഹത്തായ ക്ഷേത്രമാണ്. ഈ ക്ഷേത്രം സന്ദർശിച്ചിട്ടുള്ളവർ ഓം നാരായണായ നമഃ എന്ന് കമൻറ്റ് ചെയ്യുക.
വിശദീകരണം ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. കൂടുതൽ ക്ഷേത്രങ്ങളുടെ വിവരങ്ങൾ ലഭിക്കാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സർവം കൃഷ്ണാർപ്പണമസ്തു. നന്ദി.